ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും കുട്ടിക്കാലരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ ഒരു ബബ്ലൂസ് നാരങ്ങയുടെ ചെടിയുമേ ഉറുമ്പ് വന്ന് കൂട് കിട്ടിയിട്ടുണ്ട്. കുറേ പുളിയുറുമ്പാളുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത് കാണിച്ചു തരാനല്ല കേട്ടോ വന്നത്. വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് കണ്ടു. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യദിനമായ കാരണം ഞങ്ങളൊരു പായസം ഉണ്ടാക്കുന്നുണ്ട്, പാൽപ്പായസം. അപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ പായസമാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിലും കൊടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ മുകളിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ വെച്ചിട്ടുള്ള കൊടി. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കുന്ന വീഡിയോ കൊണ്ടുവരാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട 1/2 കപ്പ് ഉണങ്ങല്ലരിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നെല്ല് കുത്തിച്ച അരയാണ് കേട്ടോ അത്. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് ഞങ്ങൾ കുതിർത്താൻ വെച്ചില്ല, കാരണം നന്നായി നുറുങ്ങിയ അരിയായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ അരിയാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ കുതിർത്താൻ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് പായസം ഉണ്ടാക്കിയ കഞ്ഞി പോലെയാവും. അങ്ങനെ ആ കുതിർത്തിയ അരി നമ്മൾ കൈ കൊണ്ടൊന്ന് ഞെരടി കഴിഞ്ഞാൽ അത് പൊടി പൊടിയാവും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കഞ്ഞി വയ്ക്കാം, പായസം വയ്ക്കാം. പിന്നെ നമുക്ക് ഈ അരി കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാലാണ് കേട്ടോ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് 3 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിക്കാൻ കേട്ടോ. ഞങ്ങൾ 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ പായസം വയ്ക്കുന്നത്. പിന്നത്തെ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ പാൽ മൊത്തത്തിക്ക് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വേവിക്കുക. അങ്ങനെ നമുക്ക് പായസം ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ ഇനി നമുക്ക് വിസിലെല്ലാം വന്ന് എയറൊന്ന് പോകുന്ന വരെ വെയിറ്റ് ചെയ്യാം. എയറെല്ലാം പോയി കുക്കർ തുറന്നപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അരിയുടെ അവസ്ഥ. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഇനി നമ്മൾ 1 ലിറ്റർ പാൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുക. മൊത്തത്തിൽ നമ്മൾ 1.5 ലിറ്റർ പാലാണ് കേട്ടോ ഈ പായസത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം ഞങ്ങൾ 3/4 കപ്പോളം പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത്. പിന്നെ മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഒരു 1/2 കപ്പും കൂടി ചേർത്തു. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് പാൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം അരിയെല്ലാം നല്ല കട്ടയായിട്ടാവും ഇരിക്കണ്ടാവുക. അപ്പോൾ പാൽ വെച്ചിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ വെന്ത അരിയെല്ലാം പാലിൽ നന്നായി മിക്സായി. ഇനി നമുക്ക് നന്നായി ഒന്ന് തിളച്ച് വരണം. എന്നിട്ടാണ് കേട്ടോ നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പാൽ നന്നായി തിളച്ച് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പഞ്ചസാര ഇട്ട ആ ഒരു വീഡിയോ നമുക്ക് കിട്ടിയില്ല. നേരത്തെ പറഞ്ഞ പോലെ 3/4 കപ്പ് പഞ്ചസാരയല്ല ഞങ്ങൾ ഇട്ടത്, 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളുടെ അരിയും പാലും കൂടി നന്നായി ഒന്ന് യോജിച്ച് വരണം. അപ്പോഴേ നമുക്ക് ആ പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ പായസം നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈ വിടാതെ നല്ലോണം ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം, അല്ലെങ്കിൽ നമ്മുടെ അരി ഒരുമാതിരി കട്ട പിടിക്കും കേട്ടോ. അത് കാരണമാണ്. അപ്പോഴത്തേന് നമ്മുടെ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് തുളസിയും നമ്മുടെ തെച്ചിപ്പൂവ് ഇട്ട് കൊടുക്കാം. നല്ലൊരു അമ്പലത്തിലത്തെ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് വരാനാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ പായസം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ ദേവിക്ക് ട്യൂഷന് പോയിക്കാണ്. അപ്പോൾ ഞാൻ തന്നെ കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. ഉണ്ണി വന്നിട്ട് പായസം കുടിക്കുന്ന വീഡിയോ കേട്ടോ ഞങ്ങൾ മുകളിൽ ഇട്ടിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പായസം. പക്ഷെ നമ്മളിതിൽ ഉപ്പിട്ടില്ല, കാരണം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിൽ ഉപ്പിടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.